സംസ്ഥാനത്തെ 7 ജില്ലകളിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 24 സ്റ്റഡി അബ്രോഡ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ പാലാ അൽഫോൺസ കോളേജിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. കോട്ടയം ജില്ലയിൽ പൊതുവെ ശാന്തമാണ്, പക്ഷേ പൊളിറ്റിക്കലായിട്ട് നല്ല ഒരു മത്സരമാണ്. അത് പൊളിറ്റിക്കൽ പാർട്ടികൾ തമ്മിലല്ല, രണ്ടു മുന്നണികൾ തമ്മിൽ ശക്തമായ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നതിനിടയിൽ ഇപ്രാവശ്യത്തിൽ പ്രത്യേകത BJP അതിൻ്റെ സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രസൻസ് എല്ലാ വാർഡുകളിലും തന്നെ അവരുടെ പ്രസൻസും ഇപ്പോൾ നമുക്ക് വളരെ പ്രകടമായിട്ട് കാണുന്നുണ്ട്. വളരെ ശാന്തമാണ്. എല്ലാ രണ്ടു സ്ഥാനാർത്ഥികളും ഏത് പക്ഷത്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തോളിൽ കൈയിട്ട് ഇങ്ങനെ ഒരു വളരെ സൗഹൃദത്തിൽ മുമ്പോട്ട് പോകുന്നു. നല്ല കനത്ത പോളിംഗാണ് പല ബൂത്തുകളിലും ഇപ്പോൾ നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ കാണുന്നത്. കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് ചിത്രവുമായി അവിടെ നിന്ന് ടോബി ജോൺസൺ ചേരുകയാണ്. ടോബി, എന്താണ് കോട്ടയത്ത്, എങ്ങനെ ഈ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്? എന്തെങ്കിലും അസാധാരണ സംഭവങ്ങൾക്ക് കോട്ടയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ദിലീപ് കുമാർ, വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും നല്ല പോളിംഗ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ലഭിച്ച ഒരു വിവരമനുസരിച്ച് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ 13-ാം വാർഡിലാണ് ഒരു കള്ളവോട്ട് ആരോപണം ഉണ്ടായിരിക്കുന്നത്. അത് BJPക്കെതിരെ CPM ആണ് പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വിഷ്ണു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വോട്ട് സഹോദരൻ ജിഷ്ണു ചെയ്തു എന്നുള്ളൊരു ആരോപണമാണ് CPM ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒരു വിവരം ലഭിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വോട്ടിംഗ് അവിടെ നടന്നത് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിവരം തന്നെയാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. പല സ്ഥലങ്ങളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലാകുന്ന ഒരു കാഴ്ച നമുക്ക് രാവിലെ കാണാൻ സാധിച്ചു. അത് ആദ്യത്തെ 2 മണിക്കൂർ വരെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ഐമനം, മുണ്ടക്കയം, അതുപോലെ തന്നെ വെള്ളൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഏകദേശം 10ഓളം സ്ഥലങ്ങളിൽ ഈ 2-2.5 മണിക്കൂറോളം വരെ ഈ വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറുകൾ ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും താമസിച്ചാണ് വോട്ടെടുപ്പ് തുടങ്ങിയത്. ചില സ്ഥലങ്ങളിൽ വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. മുണ്ടക്കയത്താണെങ്കിൽ 77 പേർ വോട്ട് ചെയ്തതിന് ശേഷം വോട്ടിംഗ് യന്ത്രം തകരാറിലായ ഒരു സംഭവം വരെ ഉണ്ടായി. കാഞ്ഞിരപ്പള്ളിയിലും ഈ സമാന രീതിയിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ ആണ് ഈ തെരഞ്ഞെടുപ്പിലെ ചില അനിഷ്ട സംഭവങ്ങൾ എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സുഗമമായി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ വോട്ടെടുപ്പ് മുന്നോട്ട് പോകുന്നു. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് സുകുമാരൻ നായർ വോട്ട് ചെയ്യാൻ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു രാവിലെ. പക്ഷേ അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടുന്നുണ്ട്. അടുത്തിടയ്ക്കാണ് വീണതിനെ തുടർന്ന് അദ്ദേഹത്തിന് കാലിന് പരിക്കേറ്റ് ചികിത്സയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയില്ല. എന്നാൽ രാഷ്ട്രീയ പ്രമുഖരെല്ലാം തന്നെ, ജോസ് കെ മാണി, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ, ഒപ്പം തന്നെ ചാണ്ടിയുമ്മൻ കുടുംബവുമായിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും കാണാറുള്ള പോലെ ചാണ്ടിയുമ്മൻ കുടുംബവുമായിട്ട് വന്ന് വോട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെയാണ് മന്ത്രി VN വാസവൻ അടക്കമുള്ളവർ വോട്ട് ചെയ്തു. അങ്ങനെ രാഷ്ട്രീയ രംഗത്തെയും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക സാമുദായിക രംഗത്തെ പ്രമുഖരും തെരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ നൽകിയത് ടോബി ജോൺസൺ ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.